കട്ടിലിൽ നിന്ന് വീണ് തലയ്ക്ക് പരുക്കേറ്റെന്ന മൊഴി ആവർത്തിച്ച് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ മാതാവ് ഷെമി. പല ചോദ്യങ്ങളിൽ നിന്നും ഷെമി ഒഴിഞ്ഞുമാറി. ഷെമിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, തന്റെ മകൻ അത്തരത്തിലേക്കൊന്നും ചെയ്യില്ല എന്ന മൊഴി ആവർത്തിക്കുകയാണോ ഈ അമ്മ? മകനെ രക്ഷിക്കാൻ എന്നുള്ള ഒരു നീക്കം എന്നതിനെ കാണണമോ? കട്ടിലിൽ നിന്ന് വീണാണ് തനിക്ക് തലയ്ക്ക് പരുക്കേറ്റത്, തൻ്റെ മകൻ ആരെയും കൊല്ലാൻ കഴിയില്ല എന്നൊക്കെയുള്ള മൊഴി അത് ആവർത്തിച്ചിരിക്കുകയാണ് ഷെമി, അതായത് അഫാന്റെ അമ്മയാണ്. ശ്രീകാന്ത്, പറയൂ വിശദാംശങ്ങൾ. അനുജ, വെഞ്ഞാറമൂട് SHO RP അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കഴിഞ്ഞ ദിവസമാണ് മൊഴി രേഖപ്പെടുത്താൻ എത്തിയത്. ഷെമിയെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെത്തിയ പോലീസ് ഷെമിയോട് തലയ്ക്ക് പരിക്കേറ്റത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു. കട്ടിലിൽ നിന്നും വീണ് പരിക്കേറ്റെന്നായിരുന്നു മറുപടി നൽകിയത്. കട്ടിലിൽ നിന്ന് വീണാൽ ഇത്ര വലിയ പരിക്കേൽക്കില്ലല്ലോ എന്ന ചോദ്യത്തിന് ആദ്യം വീണതിന് ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണു എന്നാണ് ഷെമി മറുപടി നൽകിയത്. അപ്പോഴും അവർ മകനെ കരുതലോടെ ചേർത്ത് പിടിക്കാനാണ് ശ്രമിക്കുന്നത്. സംഭവ ദിവസം നടന്ന കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചെങ്കിലും സഹകരണം ഉണ്ടായില്ല. കടബാധ്യതയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഡയറിയിലെ വിവരങ്ങൾ സംബന്ധിച്ചും വ്യക്തമായ മറുപടി ഉണ്ടായില്ല. 1 മണിക്കൂർ സംസാരിച്ചെങ്കിലും കാര്യമായ മറുപടി കിട്ടാതിരുന്നതോടെ പോലീസ് സംഘം മടങ്ങി. അവരുടെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശമാണ്. അത് കൃത്യമായി ഭേദപ്പെട്ടതിന് ശേഷം വീണ്ടും മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനം. ശരി, കട്ടിലിൽ നിന്ന് വീണാണ് തനിക്ക് തലയ്ക്ക് പരുക്കേറ്റത് എന്ന മൊഴി ആവർത്തിച്ചിരിക്കുകയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ മാതാവ് ഷെമി. പല ചോദ്യങ്ങളും പോലീസ് ചോദിക്കുന്നു, പക്ഷേ അതിൽ നിന്നൊക്കെ ഷെമി ഒഴിഞ്ഞുമാറി. കടബാധ്യതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഷെമി ഒഴിഞ്ഞുമാറി എന്നതാണ്. വീണ്ടും മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കും. ആരോഗ്യാവസ്ഥ അത്ര നല്ലതല്ല, ഒരല്പം ആശങ്കയുണ്ട് എന്നുള്ളതാണ് പോലീസ് അറിയിച്ചത്.